മോനെ വേലു വേലു പുറപ്പെടുമ്പോ എങ്ങോട്ടാ പോണെന്ന് ചോദിക്കാൻ പാടില്ല. കവല ചെറിയൊരു പ്രോബ്ലം. കുട്ടാ വന്നോടെ നിന്നേ. എന്താടേ ഈ വീട്ടിലുള്ളവരൊക്കെ എന്താ എന്നും വടിവാളെടുത്തോണ്ട് നടക്കുന്നേ? ആരാ ഈ ചക്രപാണി? ഈ കുടുംബം അവനും തമ്മിൽ എന്താ പ്രശ്നമുള്ളത്? അതോ, അത് 15 വർഷത്തിന് മുമ്പ് നടന്ന ഒരു വലിയ സംഭവം. വേലുവിന്റെ മുത്തച്ഛൻ മരിച്ചതിന് ശേഷം ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും വേലുവിന്റെ അച്ഛനാണ് നോക്കിയത്. നമസ്കാരം. എന്താ എല്ലാരും കൂടെ വന്നിരിക്കുന്നത്? മര്യാദയ്ക്ക് ശമ്പളം പോലും തരുന്നില്ല അങ്ങുന്നേ. ഞങ്ങൾ കൊടുക്കുന്ന കരിമ്പിന് പോലും കാശ് തരുന്നില്ല. മാനേജ്മെന്റിനോട് ചോദിച്ചപ്പോൾ ഓണറോട് ചോദിക്കാൻ പറഞ്ഞു. അതിന്റെ ഓണർ ആരാ? ശ്രീനിവാസനും രാമചന്ദ്രനും ചേട്ടാ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരുമാണ് കമ്പനിയുടെ മുതലാളിമാര്. എന്തേ ഞങ്ങൾ രണ്ടുപേർക്കും മുതലാളി ആവാൻ പറ്റില്ല? ആ മന്ത്രി, ആ കമ്പനി നിങ്ങളുടെ ആ നാട്ടുകാരെല്ലാം പറയുന്നുണ്ടല്ലോ. എനിക്കതായിട്ടൊരു ബന്ധമില്ല. ചക്രപാണിയാണ് അതിന്റെ മുതലാളി എന്നുള്ള കാര്യം വേലുവിന്റെ അച്ഛൻ കണ്ടുപിടിച്ചു. ഈ ചക്രപാണിയാ കേരളത്തിൽ 30ാമത്തെ വയസ്സിൽ മന്ത്രിയായത്. ബിനാമി ഇടപാടിൽ ആ ഫാക്ടറി ചക്രപാണി നടത്തിയത്. അവന്മാര് രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത്. കൈക്കൂലി മേടിച്ച് ഫാക്ടറി കെട്ടി അത് ബിനാമി പേരിൽ നടത്തുന്നതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. ഞാൻ എന്താടി പറയണേ, ഞാനൊരു മന്ത്രിയാ. സാർ, നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് CM ആണ് സാർ. പ്രശ്നം വലുതായി. ഫാക്ടറിക്ക് സീൽ വെച്ചു. ആ സമയത്താണ് ഇലക്ഷൻ വന്നു ചേർന്നത്. പാർട്ടി സീറ്റ് കണ്ടു തന്നെ വലിയ കാര്യമാണ്. കേസിൽ നിന്ന് ജയിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഇലക്ഷന് ജയിക്കണം. ഒരു പക്ഷേ തോറ്റാൽ പാർട്ടി നിന്നെ കൈവിടും. താൻ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി വേലുവിന്റെ അച്ഛന്റെ കാലിൽ വന്ന് അവൻ വീണു. പക്ഷെ അദ്ദേഹം അത് സമ്മതിച്ചില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യണം. നടക്ക്. ആ ഇലക്ഷനിൽ ചക്രപാണിക്ക് ആരും വോട്ട് ചെയ്തില്ല. കേസ് വിധിയായപ്പോ ചക്രപാണിക്ക് 3 വർഷത്തെ ശിക്ഷയും കിട്ടി. അയ്യോ ചേട്ടാ, ഞങ്ങളുടെ ചേട്ടനെ കൊണ്ടുപോകല്ലേ. അയ്യോ ഞങ്ങളുടെ ചേട്ടനെ കൊണ്ടുപോകല്ലേ. അയ്യോ. ആ ഫാക്ടറി ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. ജയിലിൽ നിന്ന് പുറത്തു വന്ന ചക്രപാണി വെറി പിടിച്ചവനെ പോലെ അലഞ്ഞു. ഒരു വീട്ടിലെ വിശേഷത്തിന് പോയ വേലുവിന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാനുള്ള ചോറിൽ അവൻ വിഷം കലർത്തി. അയ്യോ വേണ്ട, ബെറ്റ മുറുക്കുന്ന പഴക്കം എനിക്കില്ല. അതെ, ചക്രപാണി നിൽക്കുന്നു. അതെ, വേണ്ടതേ വേണ്ട, വേണ്ട, ഞാൻ പറയുന്നു കേക്ക്. വേണ്ട, ഒന്നും ചെയ്യരുത്. വേണ്ട, അങ്ങനെ ഒന്ന് ചെയ്യ. വിഷം കഴിച്ചും മരിച്ചില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന് വിചാരിച്ച് വരുന്ന വഴിക്ക് വെച്ച് തന്നെ ചക്രപാണി അവരെ കൊന്നു. വേലുവിന്റെ അച്ഛനെ അമ്മയും കൊന്നതിന് ശേഷവും അവന്റെ ദേഷ്യം അടങ്ങിയില്ല. അവൻ വോട്ട് ചെയ്യാത്ത ഇവിടുത്തെ ജനങ്ങളെയും അതിന് കാരണക്കാരായ ഈ കുടുംബത്തിനെയും അവൻ ഉപദ്രവിക്കാൻ തുടങ്ങി. അന്നു തൊട്ട് പുറത്ത് എവിടെ വിശേഷത്തിന് പോയാലും ഇവിടെ ഉള്ളവരൊന്നും കഴിക്കാറില്ല. വീട്ടിലും മുത്തശ്ശി ആദ്യം കഴിക്കുന്നത്. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ. രാവിലത്തെ ബസ്സിൽ കയറി എറണാകുളത്ത് പോവണ്ടേ, ഇവിടെ എന്താ ജോലി? ഈ കാണുന്നതാണോ ചേട്ടൻ്റെ അച്ഛനമ്മയും? ദാ ഈ കാണുന്നതാണ് എൻ്റെ മാതാപിതാക്കൾ. ഒന്ന് നിർത്തടാ. ഓക്കെ, ഇത്ര ദേഷ്യം പാടില്ല കേട്ടോ. ഈ കീച്ചൻ എങ്ങനെ ഇവിടെ വന്നത്? വേലു ഇതെങ്ങനെ ഇവിടെ വന്നത്? നിന്റെ ഓർമ്മയ്ക്കായി അമ്മ സൂക്ഷിച്ചിരുന്നതാ ഇത്. ഇതിലെന്താ ഉള്ളതെന്നറിയോ? നിന്റെ പൊക്കിൾ കൊടി. ഇത് കാണാതെ പോയപ്പോ അമ്മ വളരെ വേദനിച്ചു. അതൊക്കെ പോട്ടെ, ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു? സത്യം എന്താന്ന് വെച്ചാൽ പറയൂ വേലു. അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയെ മാത്രമല്ല, നിന്നെയും അച്ഛനെയും എല്ലാവരെയും കണ്ടിട്ടുണ്ട്. എന്നിട്ട് എന്തിനായിരുന്നു ഇതെല്ലാം ഇങ്ങനെ? ഇളയച്ച, ഞാൻ പോയിട്ട് വരാം. അമ്മായി, ഞാൻ ഇറങ്ങട്ടെ. ശാന്തി, ഞാൻ പോയിട്ട് വരാവേ. മുത്തശ്ശി, ഞാൻ പോവാണേ. മുത്തശ്ശി, ഞാൻ പോയിട്ട്. നിങ്ങളെല്ലാവരും എന്തിനാ പേടിക്കുന്നതെന്ന് എനിക്കറിയാം. സത്യമായിട്ട് ഞാൻ പറയാ, വേലുവിന് ഇവിടെ കണ്ട കാര്യമോ വേലുവിൻ്റെ ഈ വീടിനെ പറ്റിയോ ഒരിക്കലും ഞാൻ എൻ്റെ അച്ഛനും അമ്മയോടും പറയില്ല. മോനെ മോനെ
സ്നേഹം തന്ന സ്വന്തമെല്ലാം പിരിയും നേരമോ, സ്വന്ത ബന്ധം വേർപെടുമോ, കർമ്മഫലം മായുമോ, പാതയോരം നീളുകയോ, കാത്തു നിൽക്കാൻ ആരുമില്ലേ, വീടിനൊരു കാവലല്ലേ, ഏറെക്കാലം സ്നേഹിച്ചില്ലേ, കൺമണി പോൽ കാത്തതല്ലേ, കാലിടറിയില്ലേ, പച്ചക്കതി. ഹലോ, പറയൂ സ്വാതി. എപ്പോഴാ ഇനി തിരിച്ചു വരിക? രാവിലെ വരും. വേലു കൂടെ വരുന്നില്ലേ? വേലുവിന്റെ ചേട്ടനല്ല എന്ന് ഞാൻ തീരുമാനിച്ചു. എന്തേ പറയുന്നേ? ഞാൻ എന്ത് പറയാനാ? ഇത്രയും കാലം എന്റെ അമ്മ കരഞ്ഞില്ലേ? ഇനിയുള്ള കാലം അങ്ങനെ തന്നെ മതി. വെക്കി ഫോണ്. എന്താ ഇത്? നമുക്ക് ഇവിടുന്ന് പോകാം. എന്നെ കൊണ്ട് ആക്കിയിട്ട് വാ. എന്റെ മനസ്സ് വേദനിപ്പിക്കണ്ട. മനസാക്ഷി കുത്തുന്നുണ്ടല്ലേ? സ്വന്തം അമ്മയെ ചതിക്കുന്ന പോലെ ഉണ്ടല്ലേ? സമാധാനമായിട്ടിരുന്ന എന്റെ മനസ്സിനെ നീ നശിപ്പിച്ചില്ലടാ. നിനക്ക് സന്തോഷം ഉണ്ടായിരുന്നേക്കാം. ഇത്രയും കാലം ഞങ്ങൾ വിഷമിച്ചതോ? 3 മാസമുള്ളപ്പോ കാണാതെ പോയത് എന്റെ കുറ്റമാണോ? കാണാതെ പോയ കുഞ്ഞിനെ 27 വയസ്സ് വരെയും കിട്ടാത്ത അവരുടെ കുറ്റമാണോ? ഞാൻ പോയ അവര് വിഷമിക്കൂടാ. മുത്തശ്ശിയുടെ ജീവൻ തന്നെ ഞാനാടാ. മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞ വാക്ക് അത് സത്യമാ. നീ വരാന്ന് പറഞ്ഞാൽ പോലും നിന്നെ ഒറ്റയടിക്ക് ഞാൻ കൊണ്ടുപോകില്ല. വേദനിക്കുന്നവരുടെ ഇടയിലാണ് ഞാൻ വളർന്നത്. മറ്റുള്ളവരുടെ വേദന എന്തെന്ന് എനിക്ക് മനസ്സിലാവും. അവസാനം വരെയും നീ ഈ കുടുംബത്തിൽ തന്നെ ജീവിക്കണം. നീ ഒരൊറ്റ പ്രാവശ്യം വന്നാൽ മതി, എന്നേക്കുമായി വേണ്ട. എന്താ പറഞ്ഞത്? നീ വേഗം ഇവിടുന്ന് പോ. നിനക്ക് പകരം ഞാനിവിടെ ഉണ്ടാവും. ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം അച്ഛനമ്മയുടെ കൂടെ ഉണ്ടാവണം. അതിനുശേഷം നിന്നെ ഞാൻ ശല്യം ചെയ്യുകയില്ല. അതെങ്ങനെയാടാ? ജന്മം നൽകിയ അമ്മയെ കണ്ടിട്ട് ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് പറഞ്ഞ് യാത്ര പറയാനോ? പറയണ്ട. നീ ആരാണെന്ന് അവരറിയണ്ട. നീ ഞാനായിട്ട് പോ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിന്നാ മതി, അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് പോര്. ഛേ, എനിക്ക് മാത്രം എന്താണ് ഈ പരീക്ഷണം? എല്ലാം വിധിയാ. നീ എറണാകുളം ഹൈക്കോടതി വന്നതും സിഗ്നലിൽ നിന്നതും നീ ഞങ്ങൾ തേടി വന്നതും അമ്മയുടെ താക്കോൽ നഷ്ടപ്പെട്ടതും ആ നിന്റെ കയ്യിൽ വന്നതും ഞാൻ ആ ലോഡ്ജിൽ താമസിച്ചപ്പോ അവിടെ നീ വന്ന് താമസിച്ചതും നീ വെട്ടാൻ വന്നവരെ ഞാൻ ഓടിച്ചതും നിന്നെ വെട്ടാൻ വന്നവർ എന്നെ ഓടിച്ചതും എല്ലാം വിധിയാ. ഇതെല്ലാം യാദൃശ്ചികമായി നടന്നാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ആ വരൂ വേലു. നിങ്ങള്? എൻ്റെ പേര് മൂർത്തി, വാസുവിൻ്റെ ഫ്രണ്ടാ. അച്ഛൻ. അമ്മേ. എടാ, എന്താടാ ഇവിടെ തന്നെ നിൽക്കുന്നേ? എന്താ മോനെ, എന്താ ഒരു വല്ലായ്മ? അമ്മേ, പോയ സ്ഥലത്ത് ജോലി അത്രയ്ക്ക് ശരിയായില്ല. അതാ ചെറിയൊരു... നമ്മൾ വിചാരിച്ച തരത്തിലുള്ള ജോലി ശരിയായില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോ അതൊക്കെ താനെ ശരിയായിക്കോളും മോനെ. ഇതിനാണോ കരഞ്ഞു കലങ്ങിയ ഭാവത്തില്? പോ, നീ അകത്തോട്ട് പോ. എടാ മുരളി, നീയല്ലേ കൂടെ പോയത്? ഞാൻ മാത്രമല്ല, ബസ്സിനകത്ത് വേറെ 36 പേരും ഉണ്ടായിരുന്നു. അതെ, ഇവനെന്തോ വല്ലാത്തൊരു ദുഃഖത്തിലാണല്ലോ കണ്ടിട്ട്. വാ മോളെ. വാസു വന്നു അങ്കിൾ? ആ വന്നു മോളെ, അകത്തുണ്ട്. 2 ദിവസമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇത് സാദി, വാസു കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ. ആക്ച്വലി അന്ന് ഞാനും നിങ്ങളെ ആദ്യമായിട്ട് വില്ലേജിൽ കണ്ടത്. വാട്ട് എ സർപ്രൈസ്! ഇങ്ങനൊരു ചേട്ടനുണ്ടായിരുന്നെന്ന് കരുതിയില്ല. രാത്രിയും പകലും നോക്കാതെ ഓരോ സ്ഥലങ്ങളും ചുറ്റിക്കറങ്ങിയാലുണ്ടല്ലോ, കാറി തുപ്പിയിട്ട് വേണം വരാൻ. പഴയ ദുഷ്ടശക്തികൾ വരാതിരിക്കൂ. എഴുന്നേറ്റ് കൈ കെട്ടാതെ ഒന്ന് നിന്നേ. ഇതിന് തുപ്പ് തുപ്പ് മോനെ. എടാ, ഞാൻ ദോശയും ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ട് 3 പേരും കൂടി വാ കഴിക്കാം. ഇത് നോക്ക്, ഈ വീട്ടിൽ നിങ്ങളെ വാസുവായിട്ട് എത്ര നാള് വേണമെങ്കിലും നിന്നു. പക്ഷെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെയാ വേലുന്ന് അമ്മയോട് പറഞ്ഞിട്ട് പോണം.